ഹലോ, അപ്പോൾ ഇന്ന് ഡേ 2 ആണ് ഇൻ മലേഷ്യ. അപ്പോൾ ഞങ്ങളിവിടെ ഒരു പ്രീമിയം ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ ഒരു മോൾ JB-യിൽ ഒരു പ്രീമിയം ഔട്ട്ലെറ്റ് മോളിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ ബിഗ് ബ്രാൻഡ്സിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റാണ്. അപ്പം എല്ലാം ഈ നൈക്കി, ആഡിഡാസ് അതുപോലെയുള്ള ബിഗ് ബ്രാൻഡ്സ് എല്ലാം നമുക്കൊരു നല്ല റേറ്റിൽ കിട്ടും. അതിനുവേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് സ്ഥലം, ജോഹോർ പ്രീമിയം ഔട്ട്ലെറ്റ്സ്. അപ്പോൾ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുന്നേ ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പം എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഡോം എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ഈ മോളിൻ്റെ ഉള്ളിൽ തന്നെയാണിത്. സോ ഇറ്റ്സ് എ വെരി സ്മോൾ സ്പേസ്, ഇറ്റ്സ് എ കാഫേ. സോ അവിടെ കയറി കഴിക്കാം. അയ്യോ, സ്മോൾ അല്ല കേട്ടോ, ഇറ്റ്സ് എ ബിഗ് പ്ലേസ്. ഞാൻ അതിൻ്റെ ഒരു സൈഡേ കണ്ടുള്ളായിരുന്നു. അപ്പോൾ അവിടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. നല്ല ഇൻറ്റീരിയർ, നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയറാണിത്. എന്താ ബെറീസ്? Oh, you don't like the butter? I mean, it's nice. എനിക്ക് ഇഷ്ടമാണ് ബട്ടർ ആസ് എ കോണ്ടിമെന്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. I'll eat this much for a butter. Wow. The other thing is coming. Yeah, thank you. ഇത് ക്ലബ് സാൻഡ്, ഇത് ബീഫ് ക്ലബ് സാൻഡ്വിച്ച് അല്ലേ? Yes. എഗ്ഗാണത്. എഗ് വിത്ത് ചിക്കൻ. ഓക്കെ, ഇവിടുത്തെ ഗ്ലാസ് ഉണ്ടോ, ഭയങ്കര ഡിഫറെൻറ്റ് സ്റ്റൈലല്ലേ? അതെ അതെ. ശരിയാ. പക്ഷെ ഇത് മാത്രമായിട്ട് എടുക്കാനും പറ്റില്ലല്ലോ. ലൂസല്ല, ടൈറ്റാ, നല്ല ടൈറ്റാ. താഴത്തെ ഇത് പിടിച്ചു കുടിക്കാനും നല്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും ഉണ്ണിയും കൂടെ സ്പ്ലിറ്റായി. ഞങ്ങൾ ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അവർക്ക് ഓൾറെഡി ഇവിടെ അറിയാവുന്ന കാരണം അവർക്ക് വേണ്ട ഷോപ്സിലേക്ക് പോയി. ഉണ്ണി ഇവിടെ നോക്കാം, ഉണ്ണി ഹൂഗ. സോ അവർ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് വിൽ ഓൾസോ സീ എന്തൊക്കെയാണ് ഉള്ളത്, നമുക്ക് നോക്കാം. കുറേ ബ്രാൻഡ്സ് കാണാമല്ലോ ഇവിടെ. ആൻഡ് ഇവിടെ ഭയങ്കര റേറ്റ്സ് കുറവാണെന്നാണ്. അതൊന്നാമത് നമ്മുടെ ആ കൺവേർഷനും അല്ലേ, ഇവിടെ കൺവേർഷൻ വരുമ്പോഴും സിംഗപ്പൂരിനെ വെച്ചിട്ട് ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ ഈ മലേഷ്യയുടെ വീഡിയോ ഇട്ടപ്പം അങ്ങനെ സൈറ്റ് സീയിങ് ഒന്നുമല്ല, കൂടുതൽ ഷോപ്പിങ്ങാണ് കാണിച്ചത്. കാരണം വേറെ ഒന്നുമല്ല, ഈ സിംഗപ്പൂരിൽ നിന്ന് എല്ലാവരും മലേഷ്യക്ക് വരുന്നത് മെയിനായിട്ട് ഷോപ്പിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങളും ആ ഒരു റീസണിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. കാരണം സിംഗപ്പൂർ ഭയങ്കര എക്സ്പെൻസീവാണ്, വെരി എക്സ്പെൻസീവ്. സോ എനിത്തിങ് ടു ബി ഷോപ്ഡ് അതിന് ബെസ്റ്റ് മലേഷ്യയാണ്. സോ അതാണ് ഇങ്ങോട്ട് വന്നത്. കണ്ടിന്ന് വെരി കാം, അതാണ് ഏറ്റവും മെയിൻ അട്രാക്ഷൻ അല്ലേ. അധികം ആൾക്കാരും ഇല്ല, വളരെ കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്, ഭയങ്കര നീറ്റ് ക്ലീൻ. നമുക്കിങ്ങനെ നടക്കാം. ഓക്കെ, ഹായ്. ഇതൊരു ഹോം ഷോപ്പ്, നമ്മുടെ അറ്റ് ഹോം സെൻറ്റർ, ആ പേരാണ് ഞാൻ നോക്കുന്നത്. ഹോം സെൻറ്റർ പോലത്തെ ഒരു കടയത്. അങ്ങനത്തെ കുറേ കടകൾ, അതെ, ബെഡ് ലിനൻസ് കിട്ടുന്ന. ഇതൊക്കെ ബോഡി വാഷാണ് ഇരിക്കുന്നത്, വെരി നൈസ്. ഈ ഇരിക്കുന്ന മറ്റേ ഡിഫ്യൂസറിലാണ്, ഒരു മിനിറ്റ്, ഇത് റൂം ഫ്രഷ്നർ മറ്റേ ഡിഫ്യൂസറിലിടുന്ന ഇതുണ്ടോ, ഇങ്ങനെ ഇവിടെ നമ്മളിങ്ങനെ എടുത്തിട്ട് അത് സ്മെല്ല് ചെയ്യാം. ഭയങ്കര ഫ്രഷ് സ്മെല്ലൊന്നുമല്ല, ലാവൻഡർ ബ്ലൂവും. ഇവിടുത്തെ ഞാൻ ഭയങ്കര സ്മെൽ സെൻസിറ്റീവാണ്. പക്ഷേ ഇവിടുത്തെ ഈ എയർ ഫ്രഷ്നറോ അതൊന്നും എനിക്കങ്ങനെ ബുദ്ധിമുട്ട് തോന്നില്ല. ഭയങ്കര സോഫ്റ്റ് ആൻഡ് മൈൽഡാണ്.
അവിടെ കിട്ടുന്ന പോലെയല്ല. ഇപ്പം ഇതും അതേപോലെ തന്നെയുള്ള കുറച്ച് ഇതൊക്കെ കുറച്ചൊരു നാച്ചുറൽ കേട്ടോ. ഓ ഇത് നല്ല, ഇത് ഭയങ്കര നല്ല. ഇത് നോക്കിയോ, ഒട്ടും സ്ട്രോങ് അല്ലാത്ത മൈൽഡായിട്ടുള്ള ടൈപ്പ്. ഇത് ഹൂഗ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ റേറ്റ്സ്. ഇതിൻ്റെ റേറ്റ്സ് ഉണ്ടോ, ഈ റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺവേർട്ട് ചെയ്യുമ്പം ഇൻറ്റു 23 ആണ് നമ്മുടെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു എല്ലാം ഒരു 1000 ബിലോ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങോട്ടേക്ക് ഷോപ്പിങ്ങിന് വരുന്നത്. ഇതുപോലെ ട്രാവൽ എസെൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ടും കിട്ടും. ഓക്കെ, പെർഫ്യൂംസ് മാത്രമല്ല കേട്ടോ, ഇവിടെ ദേ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കുറേ ഹോം ഡെക്കോറുണ്ട്, ഇതേപോലെ ബാഗ്സ് ഉണ്ട്, നല്ല ഭംഗിയുള്ള ബാഗ്സ്. ഉണ്ണി എക്സൈറ്റഡ് ആണ്. അവിടെ ടോയ്സൊക്കെ ഉണ്ട്. അപ്പോൾ ജാങ്കോയ്ക്ക് പറ്റിയ ടോയ്സ് ഉണ്ട്. ഇതുണ്ട്, കുറേ പ്ലഷ് ടോയ്സും ഒക്കെ ഉണ്ട്. ജാങ്കോയ്ക്ക് പറ്റിയ ടോയ്സ് നോക്കി ഉണ്ണി വന്നതാ. അഷടാ, ഭയങ്കര ക്യൂട്ട് ടോയ്സ്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതുണ്ടോ, ഇത് കാർപ്പറ്റ്സാണ്. എൻ്റെ അമ്മയ്ക്ക് ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സന്തോഷം വേറെ ഒന്നും കാണത്തില്ല. അമ്മയ്ക്ക് കാർപ്പറ്റ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ്. ഐ മീൻ ഡോർ മാറ്റ് ആയാലും ദ ലോങ്ങർ വൺസ്, ഷോർട്ടർ വൺസ്, അതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. ഇത് എവിടെ കണ്ടു കഴിഞ്ഞാലും വാങ്ങി ഒരു ലോഡ് അമ്മ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അമ്മ എന്ത് ചെയ്യുന്നു എന്നെനിക്കറിയില്ല. പക്ഷെ ഞാൻ ചെല്ലുമ്പോഴൊന്നും അങ്ങനെ കാണാറില്ല. പിന്നെ ചില സമയത്ത് ചെല്ലുമ്പോൾ പുതിയത് ഏതെങ്കിലും എടുത്തിട്ടേക്കണം. പക്ഷെ അത് അമ്മ അപ്പം വാങ്ങിയതായിരിക്കും. അല്ലാണ്ട് അമ്മ കളക്ഷന് വേണ്ടി വാങ്ങി വെക്കുന്ന ഒന്നും പുറത്തേക്ക് എടുക്കുന്ന കാണാറില്ല. എല്ലാം അമ്മ സ്റ്റോറേജിൽ വെച്ചേക്കുന്ന കാണാം. ഇങ്ങനെ ടവൽസൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മുടെ റേറ്റ്സ് വെച്ച് നോക്കുമ്പോൾ, കാരണം 7 എന്ന് പറയുമ്പോൾ 7 × 23 കാൽക്കുലേറ്റ് ചെയ്താൽ മതി. മാത്സിൽ ഇച്ചിരി വീക്കാണ്, കാൽക്കുലേറ്റ് ചെയ്താൽ ഇച്ചിരി ടൈം എടുക്കും. ബട്ട് അങ്ങനെ ഉള്ള ഞങ്ങളപ്പോൾ മറ്റേ ഹൂഗേന്ന് ഇറങ്ങി. ഉണ്ണി ആ കവറൊന്ന് കാണിക്കോ. ഈ കവർ കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഈ കവറിന് അവർ എത്രയാ ചാർജ്? ഏകദേശം ഒരു 50-60 രൂപയുടെ കവറായത് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല കവറ്. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഞങ്ങൾ ആക്ച്വലി സിംഗപ്പൂർ തൊട്ട് കാണുന്ന ഒരു സാധനമാണിത്, ഈ ചെടി. അപ്പം ഞാൻ ആദ്യം അവിടെ വെച്ചേക്കുന്ന കണ്ടപ്പോൾ വിചാരിച്ചു ഇത് ഫേക്ക് ആയിരിക്കും, മറ്റേ പ്ലാസ്റ്റിക് ചെടി ആയിരിക്കുന്നത്. പക്ഷേ അല്ല കേട്ടോ, ഒറിജിനൽ. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ സാധാരണ ഓറഞ്ച്, ഈ ചെറിയ മറ്റേ ഓർണമെൻ്റൽ ഓറഞ്ച് ആണെന്ന് തോന്നുന്നു. എല്ലായിടത്തും ഇത് തന്നെയാണ്. ആൻഡ് എല്ലായിടത്തും ഇതിങ്ങനെ ഫുൾ കായ്ച്ചായിരിക്കുന്നത്. കണ്ടോ, അടുത്ത ചെടി ഇതും കായ്ച്ചായിരിക്കും. നമ്മൾ ഇവിടെ പോകുന്ന മലേഷ്യയിലായാലും സിംഗപ്പൂറാണെങ്കിലും പോകുന്ന പലയിടത്തും ഇതിങ്ങനെ കാണാൻ പറ്റും. ഇതാണൊരു വളരെ ഒരു ഓർണമെൻ്റലായിട്ട് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ചോക്ലേറ്റ്സിൻ്റെ ഒരു ഷോപ്പിൽ വന്നേക്കാം. ഉണ്ണിയുടെ സന്തോഷം കണ്ടില്ലേ? ഉണ്ണി ഓടി നടന്ന് നോക്കിക്കൊണ്ടിരിക്കുക. കുറേ ചോക്ലേറ്റ്സ് ചെയ്തുണ്ടോ, പിന്നെ വാരി ഇട്ടേക്കുക, എന്ത് വേണമെങ്കിലും എടുക്കുക. ഉണ്ണി ആ എക്സൈറ്റ്മെൻറ്റിൽ നടക്കുക. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ വന്നു. ഇത് റൈസ് നൂഡിൽസാണ്. ആൻഡ് ഇതാണ്, ഇത് വെജീസ് ഇൻ ഓയിസ്റ്റർ സോസ്. പിന്നെ ഇത് കേരളത്തിൻ്റെ സ്വന്തം ബീഫ്. ഈ കാറുകളെല്ലാം ഇങ്ങനെ കിടക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇവിടെ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ പോലത്തെ നൈറ്റ് മാർക്കറ്റ് അല്ല, ഇത് കുറച്ചും കൂടെ ലൈവാണ്. അപ്പോൾ ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് അത്രയും ബ്ലോക്ക്. നമ്മളും അത് കാണാൻ വേണ്ടി തന്നെയാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നോക്കാം എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നുള്ളത്. അത് പറഞ്ഞപ്പോഴേ ഇതാണ് ഇവിടുത്തെ ഡൂരിയൻ, നമ്മളുടെ ചക്ക പോലത്തെ ഒരു ഫ്രൂട്ടാണിത്. പക്ഷേ ഭയങ്കര നാറ്റാണ്. അയ്യോ, ഇതുവഴി പോകുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാട്ടോ.
ആ കാണുന്നതാണ് നമ്മുടെ നൈറ്റ് മാർക്കറ്റ്. വാവ്, എന്തോരം ഷോപ്സാന്ന് നോക്കൂ. നമ്മുടെ നാട്ടിലെ ഫ്ലീ മാർക്കറ്റ് പോലെ തന്നെ, പക്ഷെ ഇത് നൈറ്റാണ്. ഇത് ക്ലോത്ത്സ് ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഒത്തിരി എക്സ്പെൻസീവ് അല്ല. കണ്ടോ, 25 RM. 25 RM എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻറ്റു 23. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുമ്പോൾ അതെ ഇത് കണ്ടു, സോക്സ്. എന്ത് ക്യൂട്ട് സോക്സ് ആണെന്ന് നോക്കിയേ. ഉണ്ണിക്ക് ഏതാ വേണമെന്ന് പറഞ്ഞേ? എനിക്ക് ബനാന ആൻഡ് വാട്ടർമെലൺ. ഉണ്ണിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഈ 2 സോക്സാ. ഭയങ്കര ക്യൂട്ട് സോക്സാണ് ഇവിടെ ഉള്ളത്. ആണ് ഇവിടുത്തെ പടക്കക്കട. കണ്ട ഓക്കെ, എന്ത് ഭംഗിയാ നോക്കിയേ. ഞാൻ ഇവിടെ ചൈനീസ് ന്യൂ ഇയറും റമദാനും എല്ലാം കൂടെ ആയിട്ട് ഫുൾ പടക്കങ്ങൾ ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അതാണ് ഈ പടക്കക്കട. ഒരുപാട് സാധനങ്ങൾ നമ്മുടെ നാട്ടിലെ പോലത്തെ ഈ സ്നാക്ക് സ്റ്റോറുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം, ഇവിടെ ഒന്നും കാർഡ് ആക്സെപ്റ്റ് ചെയ്യില്ല. ഇവരുടെ തന്നെ UPI ആണുള്ളത്. UPI അല്ല, ഇവരുടെ തന്നെ സ്കാനിങ് കോഡാണ് ഉള്ളത്. ആ കോഡ് നമ്മുടെ UPIയിൽ വർക്ക് ചെയ്യില്ല. അതിപ്പോൾ നമ്മൾ ക്യാഷായിട്ട് ഇവരുടെ കറൻസിയിൽ എടുത്തിട്ട് വരണം. സിംഗപ്പൂർ ഡോളേഴ്സ് പറ്റില്ല, ഇവരുടെ തന്നെ കറൻസിയിൽ എടുത്തിട്ട് വരണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ UPI ഉള്ള അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഏതൊക്കെയോ ബാങ്ക്സ്, DBS ബാങ്ക് പോലെയുള്ള ഇവിടുത്തെ ബാങ്ക്സ് സപ്പോർട്ട് ചെയ്യുന്ന UPI പറ്റുള്ളൂ നമുക്ക്. ഞങ്ങൾ ഈ നൈറ്റ് മാർക്കറ്റിൽ നടക്കുമ്പോൾ ഇങ്ങനെ ഫുഡിൻ്റെ ഏരിയയിലെത്തി. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതാ ചിക്കനാണ് അതൊക്കെ. ഇതിൽ ഫൈനലി ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു എന്താ കഴിക്കാൻ പോകുന്നത്. ഉണ്ണി ഒരു ടോങ്മോ കഴിക്കുന്നു, ഞങ്ങൾ 3 പേരും കഴിക്കാൻ പോകുന്നത് അയം സുസു എന്ന് പറഞ്ഞതാ. ഈ കാണുന്നതാണ് അയം സുസു. ഇതാണ് കഴിക്കാൻ പോകുന്നത്. അതെ, കഴിച്ചു തുടങ്ങി. ഇത് സ്ക്വിഡ് നമ്മൾ പറയുമ്പോൾ അവരിങ്ങനെ കട്ട് ചെയ്ത് അതിനകത്തുള്ള മസാല ഒക്കെ ഇട്ട് തരും. ഇത് സോസേജ്, ഇത് ചിക്കൻ. ഈ ഇരിക്കുന്ന സ്ക്വിഡാണ്. അത് അവർ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർ മുളക് പൊടിയൊക്കെ ഇട്ട് ഇരിക്കുന്ന പൊടിയൊക്കെ ഇട്ട് തരും. താങ്ക് യു. ഇങ്ങനെ ഇങ്ങനെ ഇട്ട് തന്നു ആ ചേച്ചി. നല്ല ചൂടായിരിക്കുവേ. സുഷ് എങ്ങനെയുണ്ട്? ഉണ്ണിക്കും ഉണ്ടോ ഭയ്യ ഗൈസ്?